ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം കേട്ടോ. ഇവിടെ കോളിഫ്ലവറൊക്കെ ഞാനൊരു ചെറിയ ഇളം ചൂടുള്ള ഒരു വെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവറൊക്കെ ഞാനിങ്ങനെ പിച്ചി ചീന്തി വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പക്കൊട്ടയിൽ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ കളയാനായിട്ട് വെക്കാം കേട്ടോ. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയും ഉപ്പും മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള പേസ്റ്റ്, ഗരം മസാല, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഞാനിത് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കിതിൻ്റെ കോളിഫ്ലവറൊക്കെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാതും നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ഫ്രൈ ആവേണ്ട, ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ഇത്രത്തോളം മാത്രമേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ നമ്മളുടെ എല്ലാ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടെ ഞാനിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് പച്ചമുളക് കീറിയതും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ ഇവിടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ള പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.